ഹായ് ഫ്രാൻസ്, ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആരാണ് ഞമണിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, അത് മ്യൂട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. ഓക്കെ, ഓക്കെ. സൗണ്ട് കേൾക്കുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മൾ ഇപ്പോൾ ലാസ്റ്റത്തെ ക്ലാസ് എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ അഡ്വാൻസ് ലെവലാണ് നമ്മൾ കഴിഞ്ഞത്. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഓരോ നേരത്തെ പഠിച്ചിരിക്കുന്ന, നമ്മൾ ലാസ്റ്റ് പഠിച്ചിരിക്കുന്ന എന്താ പറയുക, ഓരോ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ നമ്മൾ പഠിച്ചായിരുന്നു. മാർബോസോ, ഹാമർ, ഇൻവെർട്ടർ ഹാമർ, സ്പിന്നിങ് ഒക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചാർട്ടിൽ എവിടെയൊക്കെ വന്നാലാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക, എവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും, എവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്നത്തെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ക്യാൻഡിലും ഓരോ ക്ലാസ്സായിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ക്ലാസ് എന്ത് ചെയ്യും? ക്ലാസ്സിൻ്റെ ലെങ്ത്ത് കുറയും. ഓക്കെ, ഓരോ ക്ലാസ് നമ്മൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആവുന്നത് അതിൻ്റെ ലെങ്ത്ത് കുറയും, പക്ഷേ ക്ലാസ്സുകളുടെ എണ്ണം കൂടും. അപ്പോൾ അതുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്യാൻഡിലിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ തറുവായിട്ട് നിങ്ങൾക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റും. ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങൾ വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഈ ഒരു സുനാപ്പി നിങ്ങൾ വായിച്ച് നോക്കാൻ മറക്കരുത്. 18 വയസ്സിന് ശേഷമുള്ളവർ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, റിസ്ക് എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, പ്രത്യേകിച്ച് ബൈനറിയിൽ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇത്രയും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന വേറൊരു ട്രേഡിങ് ഇതില്ല, അല്ലേ? 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ 93 രൂപ വരെ നമുക്ക് ലാഭം കിട്ടുന്ന, ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സെഗ്മെൻറ്റ് വേറെ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ റിസ്ക്കും. 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രഡിക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ അത് ഉദ്ദേശിക്കുന്നതിന് റോങ് ആയിക്കഴിഞ്ഞാൽ ആ ഇട്ട എമൗണ്ട് മുഴുവനാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വേറെ ഏതെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ്, അതുപോലെ ടേക്ക് പ്രോഫിറ്റ്, ഇതൊക്കെ വെക്കാം. ഇപ്പോൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് തന്നെ വരാൻ പോകുന്നത് നമ്മൾ XNSO അല്ലെങ്കിൽ ഡെൽറ്റയിലോ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ, അത് വെച്ച് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫോറക്സിലേക്ക് നമ്മൾ ഇതാവും. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു, ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ RBIൻ്റെ ഇതും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത് കൊണ്ട്, ഓക്കെ, ടാക്സിൻ്റെ ഇതിൻ്റെ ഒക്കെ പ്രശ്നം നേരിടുന്നുണ്ട്. നമ്മൾ പതുക്കെ ബാങ്ക് നിഫ്റ്റി ഞാൻ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ, ഞാൻ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഫോറക്സ് ട്രേഡിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. കുറഞ്ഞ പൈസ കൊണ്ട്, കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഫോറക്സ് ട്രേഡിങ് അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രിപ്റ്റോ ട്രേഡിങ് അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഞാൻ അടുത്ത് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ഇത് ഞാൻ ചെയ്തിരുന്നതാണ്, പക്ഷേ പബ്ലിക്കായിട്ട് ഞാൻ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പോൾ ബൈനറി ട്രേഡിങ്ങിൻ്റെ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാതെ ഇതാക്കാതെ ഒരിക്കലും മാർക്കറ്റ്, എന്തുകൊണ്ടാണ് ബൈനറി ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ബൈനറി ട്രേഡിങ്ങിൽ തന്നെ ഏറ്റവും റിസ്ക് ആണെന്നും ഗാംബ്ലിംഗ് ആണെന്നും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാണ്?
ലോസ് വരുന്നതുകൊണ്ട്, അല്ലേ? കൂടുതൽ ലോസ് വരുന്നുണ്ട്. ഈ ഒരു ബൈനറി ട്രേഡിങ്ങിൽ മാത്രമാണോ ലോസ് വരുന്നത്? നിങ്ങൾക്ക് ഇതിൽ മാത്രമാണോ പൈസ പോയിട്ടുള്ളത്? നിങ്ങൾ ഇത് മാത്രമാണ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ഇതിലായിരിക്കും നിങ്ങൾക്ക് പൈസ പോയിട്ടുണ്ടാവും, പൈസ വന്നിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, നിങ്ങൾ ഏത് ചെയ്താലും, ബൈനറി ട്രേഡ് ചെയ്താലും, ഇനി ഫോറക്സ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ട്രേഡ് ആയിക്കോട്ടെ, ഇനി എവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നില്ല, പക്ഷേ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും, ഓക്കെ, ഞാൻ പറഞ്ഞ പബ്ലിക്കായിട്ടുള്ള ഇങ്ങനെ ആൾക്കാരായിട്ട് കൂട്ടമായിട്ട് ചെയ്യുന്ന ആൾക്കാർ, ഒരു ഗ്യാങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഓക്കെ, അവിടെ ചെയ്ത് കഴിഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്ത് വരും? ലോസ് വരും. അപ്പോൾ ലോസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തുകൊണ്ടാണ് ലോസ് വരുന്നത്? ഒന്ന്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. രണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ പോലും എന്താണ്, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ലോസ് എന്ന് പറയുന്ന സംഗതി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ, നമ്മുടെ ഏജിലുള്ള ആൾക്കാരുകൾ, നമ്മളെക്കാട്ടും കുറഞ്ഞ ഏജിലുള്ള ആൾക്കാർ, അവരൊക്കെ ട്രേഡിംഗ് മേഖലയിലേക്ക് വന്ന് ട്രേഡിങ്ങിൽ നിന്ന് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവരതിന് ഡെഡിക്കേറ്റ് ആയിട്ട് 1, 2, 3 വർഷം അവരതിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ തന്നെ 10 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. ബൈനറി ട്രേഡിംഗ് തുടങ്ങിയത് IQ ഓപ്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ഒരു കാര്യം പഠിക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ ഏത് ബിസിനസ്സിലും നമുക്ക് നഷ്ടമില്ലേ? അല്ല, ഏത് ബിസിനസ് നോക്കിയാൽ നമുക്ക്, ഇപ്പോൾ ഒരു ചായക്കട വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എന്നാൽ നമ്മുടെ ചായ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചായ ഉണ്ടാക്കുന്നത് ഫെയിലാണെങ്കിൽ അവിടേക്ക് കസ്റ്റമർ വരില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ട്രേഡിങ് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതിനെക്കുറിച്ച് അറിയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇപ്പം എന്താ വരും? നമുക്ക് ലോസേ വരുള്ളൂ. ഇപ്പോൾ ചായക്കടേൻ്റെ തന്നെ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ എളുപ്പമുള്ളൂ. ഇപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. എന്താണ്? മറ്റേ വെള്ളം മതി, ചായപ്പൊടി മതി, പാല് മതി, പഞ്ചസാര മതി, സംഗതിയൊക്കെ നമുക്കറിയാം, അല്ലേ? പക്ഷെ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് വേറൊരാൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് കൂടുതൽ കസ്റ്റമറെ കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിലാണെങ്കിൽ എന്ത് പറ്റിപ്പോയി? അവിടെ ആ ചായക്കട ഫെയിലായിപ്പോയി, അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് അവിടെ ഒരു ലാക്ക് വന്നത്? അവിടെ വന്നത് നമ്മുടെ പ്രവൃത്തി പരിചയം, എക്സ്പീരിയൻസ്. മനസ്സിലാവുന്നല്ലോ? ചായ ഉണ്ടാക്കാൻ നമുക്കെല്ലാം അറിയാം, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ചായ ഫെയിലാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം. നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം. ഇതാണ് ട്രേഡ്, പുട്ട് താഴോട്ടും, പുട്ട് അപ്പ്, ഇത് എല്ലാം നമുക്ക്, കോളും പുട്ടും എല്ലാം നമുക്കറിയാം. സപ്പോർട്ട് റെസിസ്റ്റൻസും അതും ഇതൊക്കെ അറിയാം. പക്ഷെ എന്നാലും നമ്മൾ ലോസ് ആവുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ലാക്ക് ഓഫ് പ്രാക്ടീസാണ്. ഓക്കെ, എന്നിട്ടും ലോസ് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ അതൊന്നും പറയാനില്ല, അത് മാർക്കറ്റിൻ്റെ പ്രശ്നമാണ്, അല്ലേ? എത്രയോ നന്നായിട്ട് വമ്പൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളൊക്കെ കൊറോണ സമയത്ത് എന്ത് പറ്റി? എല്ലാം ഫെയിലായിപ്പോയി. എന്തുകൊണ്ടാണ്? അത് അറ്റ്മോസ്ഫിയർ, ആ ഒരു സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ നമുക്കും സംഭവിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എന്നാലും നമുക്ക് അറിവ് അല്ലെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് നമുക്കില്ലെങ്കിൽ വെറുതെയാണ് നമ്മൾ ഈ സമയം ചിലവാക്കുന്നത് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ക്യാൻഡിലും, എനിക്കറിയാവുന്ന വിധത്തിൽ ഓരോ ക്യാൻഡിലിനെയും നമ്മൾ എന്ത് ചെയ്യണത്? മുറിച്ച് അല്ലെങ്കിൽ ഓരോ ക്യാൻഡിലിനെയും നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ സപ്പോർട്ട് ആൻഡ് അഡ്വാൻസിൻ്റെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഓരോ ക്യാൻഡിലെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോണ മാർബോസു ക്യാൻഡിൽ. അതിൻ്റെ ബുള്ളിഷും ഉണ്ട്, ബെയറിഷും ഉണ്ട്. ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻഡിൽ അപ്പിലേക്ക് പോകുന്നത്, മാർക്കറ്റ് അപ്പിലേക്ക്, പ്രൈസ് അപ്പിലേക്ക് പോകുന്നത്. ബെയറിഷ് എന്ന് പറയുന്ന സെല്ലേഴ്സ്, ഇത് പ്രൈസ് ഡൗൺ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു ഡ്രോയിങ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കുള്ള മാർബോസു ക്യാൻഡിൽ. കണ്ടോ? ഇവിടെ വിക്കൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ടിരിക്കുന്നു. ഇവിടെ വിക്കൊന്നുമില്ല. ഇതാണ് പെർഫെക്റ്റ് മാർബോസു ക്യാൻഡിൽ. ഇനി ചെറിയൊരു സൈഡിൽ ഒരു ചെറിയൊരു വിക്ക്, ഒരു സൈഡിൽ, മനസ്സിലായോ? ഇത് മാർബോസു ഓപ്പൺ ക്യാൻഡിൽ എന്ന് പറയും. ഇത് റെഡ് ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷ് ആയിക്കോട്ടെ, ബെയറിഷ് ആയിക്കോട്ടെ.
മാർബോസോ ഓപ്പൺ ക്യാൻഡിൽ എന്ന് പറയും, ഇത് മാർബോസോ ക്ലോസ് ക്യാൻഡിൽ എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർമ്മ വരിക, ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈസിനെ കാണിക്കുന്നതാണ് അല്ലേ? ഇവിടെ ഈ ഒരു വിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ആണ്, ഇവിടെ വിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബയ്യേഴ്സിൻ്റെ പ്രസൻസ് ആണ് അല്ലേ? ബയ്യേഴ്സ് ഇത്രയും മേലോട്ട് കയറ്റി, ഇത് എന്താ പറയുക, സെല്ലേഴ്സ് ഇതിനെ അടിച്ച് താത്തി. ഇതാണ് ഇപ്പം നിലവിലുള്ള ആൾക്കാരുടെ വോളിയം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഈ മനസ്സിലാവുന്നില്ലേ? കാണുന്നില്ലേ? ബാക്കിയുള്ളവർക്കൊക്കെയോ? സുഹൃത്തെ, എന്തെങ്കിലും സെറ്റിങ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, സ്ക്രോൾ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്ക്. ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. സി, ഇവിടെ മാർബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ക്യാൻഡിലിനേക്കാളും വ്യത്യാസമായിട്ട് ഇവിടെ വിക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഇപ്പോൾ ഒരു ബെയറിഷ് ആണെങ്കിൽ, റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ, അവിടെ സെല്ലേഴ്സ് അത്രയും പ്രഷറാണ് അവിടെ. ഓക്കെ, ഒരു സെല്ലേഴ്സിൻ്റെ പവർ കാണിക്കുകയാണ് ഇവിടെ ബെയറിഷ് ആണെങ്കിൽ. ഇവിടെ ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ, ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ഇവിടെ ബയ്യേഴ്സിൻ്റെ പവർ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയാണ്, അവിടെ സെല്ലേഴ്സ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ സെല്ലേഴ്സ് ഇല്ല, ഇവിടെ ബയ്യേഴ്സ് ഇല്ല. അതാണ് ഈ മാർബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലാക്കി തരുന്നത് ആ ക്യാൻഡിൽ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിലില്ലേ, ഈ ഒരു ക്യാൻഡിൽ നമ്മളോട് എന്താ പറയണേ? നോക്കൂ, ഇവിടെ ബയ്യേഴ്സിന് ഒരു ചാൻസും ഇല്ല, അല്ലെങ്കിൽ ബയ്യേഴ്സ് എന്ന് പറയുന്ന ഒരാൾക്കാരും ഇല്ല. ഇവിടെ ഉള്ളത് മുഴുവനും സെല്ലേഴ്സാണ്. നിങ്ങൾക്ക് ഇവിടെ സെല്ല് ചെയ്യാം. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽ എന്താ പറയണത്? ഓക്കെ, ഞാൻ ഗ്രീൻ ക്യാൻഡിൽ പറയുന്നു ഇവിടെ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഒരാളും ഇല്ല, ഇവിടെ ബയ്യേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെല്ലേഴ്സിനൊക്കെ ഞങ്ങൾ എടുത്ത് എറിഞ്ഞു, സെല്ലേഴ്സിൻ്റെ ഒരാൾ പോലും ഇവിടെ ഇല്ല. ഒരാളില്ല, ഞാൻ ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. സെല്ലേഴ്സ് ഇല്ല ഇവിടെ ഫുള്ള് ബയ്യേഴ്സാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ബൈ ചെയ്യാം. ഇങ്ങനെ നമ്മളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയാണ് ഓരോ ക്യാൻഡിലും ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഓരോ ട്രേഡർമാരും ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായി, മാർബോസോ ക്യാൻഡിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞ്, ഇല്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഞാനൊരു ബുള്ളിഷ് മാർബോസോ ക്യാൻഡിലിൻ്റെ ഒരു പിക്ചർ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണത്. സി, ഇവിടെ ഒരു ഇതിൽ കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു വിക്കുമില്ലാതെ അവിടെ എല്ലാത്തിനെയും ഇത് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്നേക്കണുണ്ടോ? ഒരു വിക്കുമില്ലാത്തൊരു വലിയൊരു ക്യാൻഡിൽ. ഇതാണ് ബുള്ളിഷ് മാർബോസോ ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഗ്രീൻ ക്യാൻഡിൽ. അതിനെ ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ക്യാൻഡിൽ, നമ്മൾ ഏത് കളർ കൊടുക്കുന്നു അതിനെ. ഇനി കളർ ട്രേഡിംഗ് ആണെന്ന് പറയല്ലേ. ഓക്കെ, ഇത് ബുള്ളിഷ് ക്യാൻഡിൽ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നോക്കി. ഇനി ഇവിടെ ഇത് ബെയറിഷ് ക്യാൻഡിൽ. ഇവിടെ കണ്ടോ മാർബോസോ ക്യാൻഡിൽ, ഇവിടെ വിൽക്കില്ല. ഓക്കെ, ഇതിൽ ഒന്നിലും വിൽക്കില്ല, പോട്ടെ, അത് പിക്ചർ ഓക്കെ ഇതാക്കണ്ട. പക്ഷെ എന്നാലും ഇവിടെ കണ്ടോ വിൽക്കില്ലാത്തൊരു ക്യാൻഡിൽ എന്താണ്? ബെയറിഷ് ക്യാൻഡിൽ, ബെയറിഷ് മാർബോസോ ക്യാൻഡിൽ. ഇനി നമുക്കൊന്നും കൂടെ നോക്കാം. സി, മാർബോസോ ക്യാൻഡിൽ വന്നേക്കണുണ്ടോ? ഇവിടെ കണ്ടുണ്ടോ? നോക്കി, ഒരു ചെറിയൊരു വിക്ക് കണ്ടുണ്ടോ? ചെറിയൊരു വിക്ക്. എന്നാലും മാർക്കറ്റ് മുകളിലേക്ക് പോകും. ചെറിയൊരു വിക്ക് കാണുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, ഇവിടെ എന്താണ് കൂടുതൽ? ബയ്യേഴ്സിൻ്റെ പ്രസൻസ് ആണ് കൂടുതൽ. ഒരു സൈഡിൽ മാത്രം ചെറിയ വിക്ക് വന്നാൽ അത് ഓക്കെ ആണെന്ന് വെക്കാം. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. ബുള്ളിഷ് മുകളിലേക്കും ബെയറിഷ് താഴോട്ടും വരുന്നു. ഓക്കെ, അതാണ് എന്ത് വരുന്നത്? മാർബോസോ ക്യാൻഡിൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മാർബോസോ ക്യാൻഡിൽ നമ്മൾ എവിടെ സെലക്ട് ചെയ്യാണ്? നമ്മൾ തിരയാണ്. നമ്മൾ എവിടെ തിരയണം? നമ്മൾ നമ്മുടെ
കോട്ടക്സിൻ്റെ ചാർട്ട് നമ്മൾ തിരയാൻ പോവാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ മാർബോസോ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലോങ് ടൈം ട്രേഡ് എന്ന് പറയും. ഒരു 5 മിനിറ്റ്സിൻ്റെ ട്രേഡ്, അല്ലെങ്കിൽ 10 മിനിറ്റ്സിൻ്റെ ട്രേഡ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിൻ്റെ ട്രേഡ്, ഇൻട്രാഡേ ട്രേഡുകൾക്ക് കൂടുതൽ ഉപയോഗിക്കും. ഇൻട്രാഡേ ട്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാർക്കറ്റ് ഓപ്പൺ ആവുന്ന അതിനൊരു നിശ്ചിത ടൈം ഉണ്ടാവും, രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഓക്കെ, അതിനുള്ളിൽ നമ്മൾ ട്രേഡ് എടുത്ത് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ഒരു ദിവസം ചെയ്യുന്നതിന് ഒരു ദിവസം ചെയ്യുന്നതിനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നതൊക്കെ എടുക്കുന്നത് കാരണം വെച്ചാൽ ഒരു മാർബോസോ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു 4, 5, 6, 8, 10 ക്യാൻഡിലോളം മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് എന്താണ് ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, ബെയറിഷ് മാർബോസോ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് താഴോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ട്രേഡ് നമുക്ക് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു മാർബോസോ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ ട്രേഡ് എടുക്കാം, ഒരു 10 മിനിറ്റിൻ്റെ ട്രേഡ് എടുക്കാം. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മാർബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മാർബോസോ ക്യാൻഡിൽ വരുമ്പോൾ അത്രയ്ക്കും ഏത് ഡയറക്ഷനിലേക്കാണോ വരുന്നത് ആ ഡയറക്ഷനിലേക്ക് വരുന്ന അത്രയും പവർ അവിടെ ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇപ്പോൾ ഇതൊരു മാർബോസോ ക്യാൻഡിൽ ആണെങ്കിൽ ഇവിടെ ബയ്യേഴ്സിന് പ്രസൻസ് കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ മാർബോസോ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സിന് പ്രഷർ കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ അത് കണ്ണും കൂട്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു 5 മിനിറ്റിൻ്റെ ട്രേഡ്, അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ ട്രേഡ്, 4 മിനിറ്റിൻ്റെ ട്രേഡ് നമുക്ക് സുഖമായിട്ട് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇത് 5 മിനിറ്റിൻ്റെ ഒക്കെ ടൈം ഫ്രെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു അരമണിക്കൂറിൻ്റെ ട്രേഡ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കോട്ടക്സിൻ്റെ ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാനുള്ള നിങ്ങളോട്, കോട്ടക്സിൻ്റെ ഡെമോ അക്കൗണ്ടിൽ മാത്രമേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് റിയൽ അക്കൗണ്ട് ഞാൻ എവിടേക്കൊക്കെ ചെയ്യാം? ഒന്ന്, നമ്മുടെ VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിൽ ചെയ്യാം. 2, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് നമ്മൾ മാർബോസോ ക്യാൻഡിൽ കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കിരിക്കട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ, നിങ്ങളുടെ ക്യാപിറ്റൽ ചിലവർ 5000 ആയിരിക്കാം, ചിലവരുടെ 5 ലക്ഷം ആയിരിക്കാം, ചിലവർ 50,000 ആയിരിക്കാം, ചിലവർ 25,000, എത്ര ആയിക്കോട്ടെ, ആ എമൗണ്ട് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡെമോ അക്കൗണ്ടിൽ മാത്രമാണ്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഡെമോ അക്കൗണ്ടിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ ആ അല്ലാതെ ഇവിടെ ഒരു 10 ലക്ഷം ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യരുത്. എന്തുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യരുതെന്ന് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് അവിടെ 2, 3, 5, 10 ലോസ് വന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, നിങ്ങൾക്കത് പിറകില്ല. പക്ഷേ നിങ്ങൾക്ക് മണി മാനേജ്മെൻറ്റ് വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റിയൽ എത്രയാണോ എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റിയൽ അക്കൗണ്ടിൽ എത്രയാണോ എമൗണ്ട് കിടക്കുന്നത് ആ എമൗണ്ട് മാത്രം നിങ്ങൾ വിടുക, എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാർബോസോ ക്യാൻഡിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. എവിടെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓരോ ക്യാൻഡിലും നമ്മൾ എവിടെയാണ് നോക്കണത്, എവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് പ്ലേസിലാണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമ്മളത് എന്താ പറയുക, കണ്ണുപൊട്ടം മാവിലേക്ക് എറിഞ്ഞ ഒരു പോലെ ആയിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ ഈസി ആയിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്, സിക്സാഗിൻ്റെ നമ്മൾ എടുക്കണം. ഞാൻ പറഞ്ഞ റേഷ്യോ എത്രയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരാൾ പറഞ്ഞേ, സിക്സാഗിൻ്റെ എവിടെ? ഞാൻ ഇവിടെ 8 വെച്ചാൽ മതിയോ? രണ്ടാമത്തേൽ 8. ഓക്കെ, പിന്നെ
ബാക്കിയൊക്കെ നോർമൽ. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു. എവിടെ പോയി? ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ലൈന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വയ്ക്കുന്നു. ഇതിൻ്റെ പോയിന്റിൽ വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ പോയിന്റിൽ വെക്കുന്നു. ഇതിന് കോപ്പി എടുക്കുന്നു, മേലെ കൊണ്ടുപോകുന്നു, ഈ പോയിന്റിൽ വെക്കുന്നു, ഒരു കോപ്പി കൊണ്ട് എടുക്കുന്നു, എന്നിട്ട് ഇതിൻ്റെ ബോഡിയിൽ കൊണ്ടുവെക്കുന്നു. അങ്ങനെയല്ലേ? ഓർമ്മയില്ലേ? ഹലോ. അങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും അവസാനത്തെ ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഇവിടെ. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ സപ്പോർട്ടിന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുക, കറക്റ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഏറ്റവും അവസാനത്തേൽ കൊണ്ടുപോയിട്ട് നമ്മൾ സപ്പോർട്ട് വരയ്ക്കുന്നു. ഇവിടെ കൊണ്ടുപോയി വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് പറയാം. ഇവിടെ ഒരു മാർബോസോ ക്യാൻഡിൽ വന്നതുകൊണ്ട് ഞാൻ പറയുന്നു മാത്രം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, അതിനു മുമ്പ് ഈ റെഡ് ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ റെഡ് ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. നിങ്ങൾക്കൊരു ഹോംവർക്കും കൂടി ഇതിലുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ വിക്കുണ്ട്. ഈ ചെറിയ വിക്കുള്ളപ്പോൾ വിക്കിന് ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? എന്ത് മാർബോസോ എന്നാണ് അതിന് പറഞ്ഞത്? ഓക്കെ, അടിയിൽ വിക്കൽ ക്ലോസ് മാർബോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയൊരു വിക്കും വലിയൊരു ബോഡിയുമായിട്ടുള്ള ഈ ഒരു മാർബോസോ ക്യാൻഡിൽ, അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് നോക്കിയേ, ഇവിടെ റെഡ് നല്ല പ്രഷറായിട്ട്, രണ്ട് റെഡ് പ്രഷർ നല്ല സൂപ്പറായിട്ടുള്ള മാർബോസും ഉണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വരയ്ക്കുന്നുണ്ട് ഒറ്റ മിനിറ്റ്. ഓക്കെ, കാണുന്നുണ്ടോ? ഈ റെഡ് കാണുന്നുണ്ടോ? ഇനി ഈ ഗ്രീൻ, ഈ മാർബോസും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്യാൻഡിലും നമ്മൾ പ്രത്യക്ഷത്തിൽ ഇത് മാർബോസോ ക്യാൻഡിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ എവിടെ ട്രേഡ് എടുക്കും? അതിനാണ് നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എങ്ങോട്ട് ട്രേഡ് എടുക്കുന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സപ്പോർട്ട് ഇവിടെ ഉണ്ട്. സപ്പോർട്ടിൽ ഒരു മാർബോസോ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് ട്രേഡ് എടുക്കും? ഓർക്ക പറയാപ്പാ. അപ്പിലേക്ക്. അതന്നെ, ഒരു സൗണ്ട്, ഒരു എനർജി ഇല്ല, ഒരു എനർജിയിൽ അങ്ങോട്ട് പറ. ഓക്കെ, അപ്പിലേക്ക്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ക്യാൻഡിൽ ഫോം ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ട്രേഡ് എടുക്കേണ്ടത് ഇപ്പോൾ മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക. അതിനുശേഷം ഏത് ക്യാൻഡിലാണോ വരുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർബോസോ ക്യാൻഡിലാണ്. അപ്പോൾ മാർബോസോ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് ബേറിഷ് ആണെങ്കിൽ അത് റെസിസ്റ്റൻസിലാണോ നോക്കുക. റെസിസ്റ്റൻസിലാണോ? അല്ല. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അത് റെസിസ്റ്റൻസിലല്ല വന്നത്, അതിൻ്റെ ഇടയിലാണ് വന്നത്. അപ്പോൾ സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ട് ഏതാ വന്നത്? അപ്പോൾ റെസിസ്റ്റൻസിലില്ല, നമ്മൾ താഴോട്ട് ട്രേഡ് എടുക്കുന്നില്ല. പിന്നെ വരുന്ന എവിടെയാണ്? സപ്പോർട്ടിൽ വന്നു, നമ്മൾ സപ്പോർട്ടിൽ നിന്ന് എടുത്തു. മാർബോസോ ക്യാൻഡിൽ വന്നു, നമ്മൾ അടുത്ത ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുത്തു. അതായത് രണ്ട് ക്യാൻഡിൽ. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് വേറെ നോക്കാം. ഇവിടെ നമ്മൾ ഒരുപാട് വരച്ചിട്ടുണ്ട്.
ഇവിടെ ഒരു മാർബോസോ ക്യാൻഡിൽ വന്നു. ഇത് മാർബോസോ ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് വിട്. പിന്നെ മാർബോസോ ക്യാൻഡിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുറച്ച് വിക്ക് കുറച്ചും കൂടെ കൂടുതലുണ്ട്. എന്നാലും ഓക്കെ, വേണ്ട, നമുക്ക് മാർബോസോ ക്യാൻഡിൽ തന്നെ നോക്കാമല്ലോ. ഇല്ല, ഇത് മറ്റുള്ള ഞാൻ ക്ലിയർ ചെയ്യട്ടെ, ഒരു മിനിറ്റ്. മറ്റുള്ള ക്യാൻഡിലിനെ പോലെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഒരുപാട് സ്ഥലത്ത് നമുക്കിത് കാണാൻ സാധിക്കില്ല. നമുക്ക് വേറൊരു ഇതെടുക്കാം. ഓക്കെ, ഇത് നമ്മൾ എടുക്കുന്നു. ഇല്ല, ഇവിടെ ഇല്ല. മാർബോസോ ക്യാൻഡിൽ ഉണ്ടോ നോക്കാം നമ്മൾ ആദ്യം. ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ട്, ഉണ്ടോ? പക്ഷെ എന്നാലും മേലെ വിക്ക് വന്നിട്ടുണ്ട്. ഇത് മാർബോസോ ക്യാൻഡിൽ ഇതാ ഇവിടെ നോക്കുക, സാധനം വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതാണ് ഇങ്ങോട്ട് ക്യാൻഡിൽ പോയിട്ടില്ലെന്ന് വെക്കുക. അതാ, ഒരു മിനിറ്റ്, അല്ലെങ്കിൽ ഇവിടെ ഞാൻ മറിച്ച് തരാം. നോക്ക്, എടുക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് ഇല്ല എന്ന് വെക്കുക. ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് ഇല്ല. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇവിടം വരെയാണ് മാർക്കറ്റ് വന്നു. ഇവിടെ ഒന്നും നമ്മൾ എന്തിനാണ് ട്രേഡ് എടുക്കുന്നത്? നമ്മൾ ഡോജിയിലോ നമ്മൾ ഇൻവെർട്ടറിലോ ഷൂട്ടിംഗ് സ്റ്റാറിലോ ഒന്നുമില്ലല്ലോ. നമുക്ക് മാർബോസോ ക്യാൻഡിൽ വേണം. അത് എവിടെ വരുന്നോ അവിടെ വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കും. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഈ ഒരു ക്ലാസ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ ലൈൻ ഇപ്പോൾ വരയ്ക്കും അല്ലേ? സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കും. നമ്മളിവിടെ കണ്ട സപ്പോർട്ട് വരച്ചു. ഓക്കെ, ഇവിടുന്ന് നമുക്കൊരു ഇത് കാണുന്നുണ്ട് വിചാരിക്കുന്നു. 2 കണ്ടോ? ഈ ലൈൻ കാണുന്നില്ലേ? ഇവിടെ ഒരു സപ്പോർട്ട് വരച്ചു. നമ്മൾ ഒരു കോപ്പി നമ്മളിവിടെ റെസിസ്റ്റൻസും വരച്ചു. ഞാൻ ആ ബോക്സ് വരയ്ക്കുന്നില്ല. നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ വിക്കും കൂടെ കൂട്ടി, ഇത് എവിടെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇതും കൂടെ കൂട്ടി വരയ്ക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ മാർക്കറ്റ് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലയെന്ന് വെക്കുക. ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് മാർക്കറ്റ് വരികയാണ്. മാർക്കറ്റ് വന്നു. ഇതാ ഇവിടെ എന്തായി? ഇവിടെ ഈ ഒരു കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു റെഡ് ക്യാൻഡിലും മാർബോസോ ക്യാൻഡിലാണ് ഉണ്ടായതെക്കണേ. ഇവിടെ റെഡ് മാർബോസോ ക്യാൻഡിൽ ഉണ്ടായി ഇവിടെ. പക്ഷേ അതെവിടെ ഉണ്ടായി? ഒരു സപ്പോർട്ട് എന്ന സ്ഥലത്താണ് നമ്മൾ ഉണ്ടായത്. ഓക്കെ, ഒരു സപ്പോർട്ട് എന്ന ഏരിയയിൽ അതുണ്ടായി. ഓക്കെ, അപ്പോൾ ഈ സപ്പോർട്ട് എവിടെ വന്നു? ഇതാ ഈ സപ്പോർട്ട് ഈ ലൈനിൽ നിന്ന് ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചാൽ ആ ലൈൻ ഉണ്ടാവും അവിടെ. അപ്പോൾ ഇവിടെ ഒരു മാർബോസോ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട് റെഡ്. പക്ഷേ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കൂല. റെഡ് ക്യാൻഡിൽ വന്ന് നമ്മൾ സപ്പോർട്ട് വന്ന് എടുക്കൂല. നമുക്ക് എന്ത് വേണം? ഗ്രീൻ ക്യാൻഡിൽ വേണം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഒരു മാർബോസോ ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരെണ്ണം ഉണ്ടായി. നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ ട്രേഡ് എടുക്കുന്നു. ഓക്കെ, അത് MTG വന്നു. അടുത്ത ക്യാൻഡിൽ സാധനം പോകുന്നുണ്ടോ? മേലോട്ട് പോകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ. ഇത് കുറച്ച് റിസ്ക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈ മാർബോസോ ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ കുറച്ച് റിസ്ക്കാണ്. ഇത് എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതെപ്പോഴും നമുക്ക് മാർക്കറ്റിൽ ഇതിൽ കാണാൻ പറ്റില്ല. ഇതാ ഇവിടെ ഒരു മാർബോസോ ക്യാൻഡിൽ വന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ എവിടെയാണ് വന്നത്? റെസിസ്റ്റൻസിൽ. കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് അല്ലേ? നോക്കിയേ, മാർബോസോ ക്യാൻഡിൽ വന്നു, ട്രേഡ് എടുത്തു. ഇതാണ് ഞാൻ പറയുന്നത്, നമുക്ക് പണി തരുന്ന ഇതാണ് എറർ ക്യാൻഡിൽ. കണ്ടോ, മാർബോസോ ക്യാൻഡിൽ വന്നു, അടുത്ത ക്യാൻഡിൽ റെഡ് താഴോട്ട് തന്നെയാണ് പോകേണ്ടത്. പക്ഷേ ഒരു എറർ ക്യാൻഡിൽ വന്നു, അതിനടുത്ത് താഴോട്ട്. കണ്ടോ, പിന്നെ അങ്ങോട്ട് താഴോട്ട് തന്നെ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ സപ്പോർട്ട് എവിടെയെങ്കിലും നോക്കിയേ, ഇവിടെ നിന്ന് മാർബോസോ ക്യാൻഡിൽ കാണാൻ പറ്റില്ല. ഇതാ ഇവിടെ ഒരു മാർബോസോ ക്യാൻഡിൽ എവിടെയാണ്? ഇവിടെ റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് മാർബോസോ ക്യാൻഡിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ നോക്കിക്കേ, മാർക്കറ്റ് നോക്കി എങ്ങോട്ടാണ് പോണേന്ന് നോക്കിക്കേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മാർബോസോ ക്യാൻഡിൽ അത് സപ്പോർട്ടിൽ ഗ്രീൻ. ഇവിടെ കളറും കൂടെ നിങ്ങൾ ഇതാക്കണേ. ഇനി കളർ ട്രേഡിംഗ് അല്ല, അത് ഫസ്റ്റേ പറയുന്നു.
കളറും കൂടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൗണിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന കളറും അപ്പിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന കളറും നിങ്ങൾ അത് പരിഗണിക്കണം. സപ്പോർട്ടിൽ വന്നിട്ട് മാർബോസോ ക്യാൻഡിൽ റെഡ് കളർ ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അതിന് ബേസിൽ നിങ്ങൾ കളർ എടുക്കാൻ പാടില്ല, ട്രേഡ് എടുക്കാൻ പാടില്ല. ഓ, സപ്പോർട്ടിൽ ഒരു റെഡ് ക്യാൻഡിൽ മാർബോസോ നല്ല കറക്റ്റായിട്ട് വന്നല്ലോ, ഇനി എനിക്ക് അപ്പിലേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവിടെ ഗ്രീൻ ക്യാൻഡിൽ വേണം, ബുള്ളിഷ് ക്യാൻഡിൽ വേണം, സപ്പോർട്ടിൽ ബുള്ളിഷ് ക്യാൻഡിൽ വേണം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു പെയർ എടുക്കുക. ആ പെയർ എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ മാർബോസോ ക്യാൻഡിൽ കണ്ടുപിടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിങ്ങൾ മാർബോസോ ക്യാൻഡിൽ, ഇത് മാർബോസോ ക്യാൻഡിലാണ്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അത് സപ്പോർട്ടിലാണ്. അതുകൊണ്ട് ആരെങ്കിലും ട്രേഡ് എടുക്കും. ഇത് മാർബോസോ ക്യാൻഡിലാണ്, ഇത് സപ്പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുക്കൂല, അതിൻ്റെ ഇടയിൽ എടുക്കൂല. നമ്മൾ ഒന്നെങ്കിൽ സപ്പോർട്ടിൽ തട്ടണം, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ തട്ടണം, എന്നാൽ മാത്രമേ എടുക്കുള്ളൂ. കാരണം മാർക്കറ്റ് എവിടെ വേണമെങ്കിലും വരും. മാർക്കറ്റ് എവിടെയെങ്കിലും കൊണ്ടിട്ട് സപ്പോർട്ട് മാർബോസോ ക്യാൻഡിലോ അങ്ങനത്തെ എങ്കിലും കൊണ്ടിടും. പക്ഷേ നമ്മൾ എടുക്കേണ്ടത് എൻ്റെ കോർട്ടിൽ വന്നാലേ ഞാൻ എടുക്കും, അല്ലെങ്കിൽ ഞാൻ വരച്ച വരയിൽ വന്നാലേ എടുക്കുള്ളൂ. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അയ്യോ അല്ല, മാർക്കറ്റ് പോകുന്നുണ്ടല്ലോ, അതിൻ്റെ പുറകെ ഞാൻ പോയിക്കോളാം എന്നുള്ളത് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് വേറെ ഒന്നുണ്ട്. അതിന് ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയും. അതിന് വേറെ ക്യാൻഡിൽ വരുന്നുണ്ട്. ആ ക്യാൻഡിൽ നമുക്ക് അത് പഠിക്കാം. പക്ഷേ മാർബോസോ ക്യാൻഡിലിൽ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ മാത്രം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് അല്ലാതെയും ട്രേഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ സപ്പോർട്ടും റെസിസ്റ്റൻസിനും വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറസി കിട്ടും. ഓക്കെ, ഒരു MTG ഒക്കെ വരാം, എറർ ക്യാൻഡിൽ എന്തായാലും തരും. നമ്മളെ സൂചിപ്പിക്കാനല്ലോ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി വെച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഒരു എറർ ക്യാൻഡിലൊക്കെ വരും. അതുപോലെ വൺ സ്റ്റെപ്പ് എം ടി ജി മൈൻഡിൽ വെക്കുക. 1 സ്റ്റെപ്പ് MTG എടുത്തിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ ചെയ്യുക, ഏതെങ്കിലും ഒരു പെയർ എടുക്കുക. ആ പെയറിൽ നിങ്ങൾക്ക് ഇതുണ്ടോ, ഇപ്പോൾ ഞാനിതെടുത്തു, എനിക്ക് ഇത്രയും സ്ഥലം കിട്ടി. അപ്പോൾ ഇത്രയും സ്ഥലത്തിൽ മാർബോസോ ക്യാൻഡിൽ എവിടെയെങ്കിലും ഒരു മാർബോസോ ക്യാൻഡിൽ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റൗണ്ട് വരച്ചിട്ട് എനിക്ക് അയച്ചു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആ മാർബോസോ ക്യാൻഡിൽ റൗണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ടിക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു ടിക്ക് കൊടുക്കുക, എന്നിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ, നിങ്ങളങ്ങനെ അത് നിങ്ങളുടെ ഹോംവർക്കായിട്ട് ഇരിക്കുക. ഇനി അടുത്ത ക്ലാസ് എന്തായിരിക്കും ഉണ്ടാവുക? അടുത്ത ക്ലാസ് എന്താണ്? ഹാമർ ക്യാൻഡിലാണ് എന്താ പറയുക, കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാമർ, ഇൻവെർട്ടർ ഹാമർ, ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ കാണാം, അല്ലെങ്കിൽ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹോംവർക്ക് തന്നിട്ടുണ്ട്. ആ ഹോംവർക്ക് കറക്റ്റായിട്ട് ഇതാക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ചൊരു ലാഗിങ്ങും കുറച്ചൊരു ബോറിംഗ് ഒക്കെ ഉണ്ടാവും. കാരണം ഓരോന്നായിട്ട് ഇങ്ങനെ പറയുന്നതല്ലേ. നിങ്ങൾക്ക് വിചാരിക്കും ഒരു 3 ക്യാൻഡിൽ ഒരുമിച്ച് എടുത്തിട്ട് പറഞ്ഞാൽ പോലെയെന്ന്. പറയത്തില്ല. മനസ്സിലായോ? ഓരോ ക്യാൻഡിൽ ഓരോ ക്ലാസ് ആയിട്ട് തന്നെ പറയാം. പിന്നെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഇന്ന് ഇടാം, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, പിന്നെ മാർക്കറ്റ് വളരെ മോശമാണിപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ സിഗ്നലിൽ നമ്മൾ ട്രേഡിങ് നിർത്തിയത്. മനസ്സിലാവുന്നില്ല? 8 മണീൻ്റെ ഒറ്റ സിഗ്നലേ കൊടുത്തുള്ളൂ. മാർക്കറ്റ് മോശം. പഴയതുപോലെ നമ്മൾ റിവഞ്ച് ട്രേഡിങ്ങോ അല്ലെങ്കിൽ എന്നാൽ പിന്നെ മാർക്കറ്റിനോട് എതിർത്ത് നിൽക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിക്കും ഇനിയില്ല. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർത്തിക്കോളാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഹാമറിനെ കുറിച്ചാണ്. ഹാമർ ഒരുപാട് നമുക്ക് പണി തരുന്നൊരു ക്യാൻഡിലാണ് ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ മാർബോസോ പോലെയല്ല. മാർബോസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്കൊന്ന് പറയാം, ഓക്കെ എന്നാൽ പിന്നെ അപ്പിലേക്ക് പോകും അല്ലെങ്കിൽ ഡൗണിലേക്ക് പോകും നമുക്ക്. പക്ഷേ ഹാമർ അങ്ങനെയല്ല, നമ്മളെ ഒരുപാട് പറ്റിക്കുന്ന ഒരു ക്യാൻഡിലാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഹാമർ ക്ലാസ്. പിന്നെ വേറൊരു കാര്യം, ഈ സൺഡേ ക്ലാസ് ഉണ്ടായിരിക്കുന്നത് അല്ല കേട്ടോ. അതിന് പകരം നമുക്ക് മൺഡേ ട്യൂസ്ഡേയോ വെക്കാം. നിങ്ങളുടെ അഭിപ്രായം പറയുക.
അല്ലെങ്കിൽ പിന്നെ വെനസ്ഡേ തന്നെ വയ്ക്കാം. ഈ സൺഡേ ക്ലാസ് ഉണ്ടാവില്ല, ചെറിയ പരിപാടിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.